ഇലക്ഷന്റെ തലയ്ക്കുന്നിലെ ദിവസം ഇത്തരത്തിലൊരു വ്യാജ സ്ക്രീൻഷോട്ടും എടുത്ത് പുറത്തിട്ടതിന് ശേഷം വടകരയിലെ കോട്ട മൈതാനിയിൽ ആയിരക്കണക്കിന് വരുന്ന പ്രവർത്തകന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ടൊരു വലിയ നേതാവിന്റെ പ്രസംഗം ഉണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു പ്രസംഗം? കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പോയിസൺ, പൊളിറ്റിക്കൽ വിഷം, അതാണ് ഷാഫി പറമ്പിൽ. അങ്ങനെ പ്രസംഗിച്ചിടത്തൊരു നേതാവുണ്ടല്ലോ, ശ്രീ എ റഹീം. അയാളിപ്പോ എവിടെ? അദ്ദേഹത്തിന്റെ കുറെ ആളുകൾ ഉണ്ടല്ലോ. എന്താ ഇപ്പൊ ചർച്ചയ്ക്ക് ആളുടെ വിടാത്തത്? പേടിച്ചു പോയോ? അതേ നാവിറങ്ങിപ്പോയോ? റഹീമെ നാവിറങ്ങിപ്പോയോ? നാണമുണ്ടോടോ? ഒരു 10 ആളിനെ കിട്ടിക്കഴിഞ്ഞാൽ കേരളം പോലെ ഒരു സമ്പുഷ്ടമായ മതേതരത്വ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുകയും വർഗീയതയെ അമർത്തുകയും ചെയ്ത നവോത്ഥാനത്തിന്റെ ഭൂമിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ സമൂഹത്തിലെ പൊളിറ്റിക്സ് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന വടകര പോലൊരു മണ്ണിൽ പോയി നിന്ന് കേരളത്തിലെ ഏറ്റവും വലിയ മതേതരത്വ കേരളത്തിലെ രാജകുമാരനായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്കെതിരെ ഇല്ലാത്ത സ്ക്രീൻഷോട്ടുകൾ പ്രചരിപ്പിക്കപ്പെട്ടതിന് ശേഷം ഇങ്ങനെ പ്രസംഗിച്ചവന്മാർ നാണമുണ്ടെങ്കിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മാപ്പ് പറഞ്ഞ് പുറത്തു വരണ്ടേ? ഇതിന് ചാനൽ ചർച്ചയിൽ പങ്കെടുക്കാതെ ഒളിച്ച് വീട്ടിയിരിക്കുക. ഇവർക്കൊക്കെ നാണമുണ്ടോ? ഇവരൊക്കെ മനുഷ്യരാണോ? ഇത് കേട്ടുകൊണ്ട്, റഹീമിന്റെ പ്രസംഗം കേട്ടുകൊണ്ട് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളിലും വന്നിരുന്ന് രാഷ്ട്രീയ പ്രബുദ്ധതയെ സംബന്ധിച്ചും UDFന്റെ വർഗീയതയെ സംബന്ധിച്ചും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ മതനിരാസത്തെ സംബന്ധിച്ചും മതനിരപേക്ഷതയെ സംബന്ധിച്ച് സംസാരിച്ച കുറെ സാമൂഹ്യ പ്രവർത്തകന്മാരുണ്ടായിരുന്നല്ലോ, നിമിഷ കവികൾ ഉണ്ടായിരുന്നല്ലോ. അവരൊക്കെ ഇപ്പോൾ എവിടെ പോയി? അവരുടെയൊക്കെ ശബ്ദം നിലച്ചു പോയോ? അവരുടെ നാവ് പിരിവട്ടിയോ? ഞങ്ങൾക്ക് ചോദിക്കാൻ ആഗ്രഹമുണ്ട്. ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പറയുന്നത്, നിങ്ങൾ നോക്കൂ നിഷ, കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ഭരണകൂടത്തിന്റെ തന്നെ പിന്തുണയോടുകൂടി കേരളത്തിൽ കേവലം ഒരു പാർലമെന്റ് സീറ്റ് ജയിക്കുവാൻ ഹിന്ദു മുസ്ലിം ഐക്യത്തിൽ വിള്ളൽ വരുത്തി ഈ സമൂഹത്തിൽ വിഭജിച്ച് ഒരു വിഭജന രാഷ്ട്രീയം ഉണ്ടാക്കാൻ നടത്തിയ CPMന്റെ സൈബർ ചാവേറുകളുടെ ഒളിയുദ്ധം. ഈ കുട്ടി, ഇവിടെ വന്നിരിക്കുന്ന MSFന്റെ കുട്ടിയുടെ നിശ്ചയദാർഢ്യം, അവിടുത്തെ സ്ഥാനാർത്ഥിയുടെ ചീഫ് ഏജന്റിന്റെയും നിശ്ചയദാർഢ്യം ഹൈക്കോടതിയിൽ കയറിയില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? വേറെ ആരാണെങ്കിലും പെട്ടുപോകില്ലായിരുന്നു. ഹൈക്കോടതിയിൽ പോലീസ്, പിണറായി വിജയന്റെ പോലീസ് കൊടുത്ത റിപ്പോർട്ടോടുകൂടി പുറത്തു വരുന്നത് CPM അമ്പയെ പാളി പപ്പടം പോലെ പൊടിഞ്ഞ് താഴെ കിടക്കുന്ന രംഗമാണ്. ഒരു ചാനൽ ചർച്ചയ്ക്ക് വന്നൊരു വിശദീകരണം കൊടുക്കാൻ ഒരുത്തനെയും കിട്ടത്തില്ല. ഇത് ആരോപിക്കപ്പെടുന്ന DYFയുടെ ബ്ലോക്ക് പ്രസിഡന്റ് വെനസ്വലയിലെ കാട് കത്തിയാൽ നിങ്ങൾക്കറിയോ, കേരളം മുഴുവൻ വിപ്ലവ ധ്വനി മുഴക്കുന്ന നേതാവ് ഫോൺ കട്ട് ചെയ്ത് ഓടുന്ന മ്ലേച്ഛകരമായ ചിത്രം, ഒളിച്ചോടുന്ന ചിത്രം നിങ്ങൾ കേരളത്തിൽ ഇപ്പൊ നിഷ കാണിച്ചതില്ലേ ഞങ്ങൾക്ക്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. പിന്നെ കേരള ഹൈക്കോടതി സമയോചിതമായിട്ട് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ മറ്റൊരു കേസ് പോലെ ഇതും തേഞ്ഞുമാഞ്ഞു പോകുമായിരുന്നില്ലേ? പക്ഷെ ഇതുകൊണ്ട് എന്താണ് ഉണ്ടായതെന്ന് ചോദിച്ചാൽ, കേരളത്തിൽ കാലാകാലങ്ങളായി CPM തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മതവർഗീയത, അതിന്റെ ദൃഷ്ടാന്തങ്ങളല്ലേ ഓരോന്നായിട്ട് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഉദാഹരണം നോക്ക്, നിഷയ്ക്ക് തന്നെ അറിയാമല്ലോ, ഇത് ആദ്യം പ്രചരിപ്പിക്കപ്പെട്ടവൻ റിബേഷ് ഒരു അധ്യാപകനാണ്. കുട്ടികൾക്ക് അക്ഷരം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, സരസ്വതി വിളയാടേണ്ടവൻ, സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കാൻ പാടില്ലാത്തവൻ, മതമല്ല പ്രശ്നമെന്ന് പറയേണ്ടവൻ. മനസ്സിലായില്ലേ? നിങ്ങൾ മതങ്ങളിലേക്ക് ചുരുങ്ങുമ്പോൾ ഞങ്ങൾ മനുഷ്യരിലേക്ക് പടരേണ്ടവരാണെന്ന് പ്രസംഗിച്ചവൻ ഇപ്പൊ ഫോൺ ഓഫ് ചെയ്ത് വെച്ച് ഓടി നിങ്ങൾ കണ്ടില്ലേ? എന്റെ ചോദ്യം ഇതാണ്, മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങളല്ലേ ആഭ്യന്തര വകുപ്പ്? നിങ്ങൾ DYFയുടെ സ്റ്റേറ്റ്മെന്റ് ഞങ്ങളിതിപ്പോ കണ്ടു. എന്താ DYFയുടെ സ്റ്റേറ്റ്മെന്റ്? ഞങ്ങളത് പ്രചരിപ്പിക്കുക മാത്രമേ ചെയ്തുള്ളൂ, ഞങ്ങളല്ല അതിന്റെ സൃഷ്ടികൾ. ഒറ്റ ചോദ്യം, ആരാ പോലീസ് വകുപ്പ്? പിണറായി വിജയൻ. പിണറായി വിജയന്റെ പോലീസ് ഹൈക്കോടതി കൊടുത്തേക്കുന്നത് എന്താണ്? തുടക്കം DYFയുടെ ബ്ലോക്ക് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ റിബേഷ് പ്രതിയാവണ്ടേ? ഇവിടെ മഹാരഥനായ ശ്രീ പിണറായി വിജയനെതിരായിട്ട് ആരെങ്കിലും ഒരു കമന്റ് ഇട്ടാൽ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടുന്ന കേരളത്തിൽ, പിണറായി വിജയനെതിരായിട്ട് ആരെങ്കിലും ഒരു പോസ്റ്റ് ഷെയർ ചെയ്യപ്പെട്ടാൽ അതിനെതിരായിട്ട് 120 ക്ലോസ് O KP ആക്ട് അനുസരിച്ച് കേസെടുത്ത് അറസ്റ്റ് ചെയ്യപ്പെടുന്ന നാട്ടിൽ ഇത്രയും വലിയ ഒരു വൈകൃതം, ഒരു ഭീകര പ്രവർത്തനം ഇവിടെ നടത്തിയിട്ട് റിബേഷ്മാർ സംരക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ, അവർ സാക്ഷി മാത്രമാവുന്നുണ്ടെങ്കിൽ, ശ്രദ്ധിച്ചു കേൾക്കണം, സാക്ഷി മാത്രമാകുന്നുണ്ടെങ്കിൽ, 20ഉം 21ഉം സാക്ഷി മാത്രമായിട്ട് കുറ്റപത്രത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആരെയാണ് നമ്മൾ, കേരളം എങ്ങനെയാണ് അതിനെ വിലയിരുത്തപ്പെടേണ്ടത്? പ്രതികളാക്കേണ്ടവൻ സാക്ഷിയാകുന്നു, എന്നിട്ടോ യഥാർത്ഥ പ്രതിയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്ക് പ്രതിയാകുന്നു. പിണറായി വിജയന്റെ പോലീസിന്റെ വിളയാട്ടം. നാണമുണ്ട് ഇവർക്കൊക്കെ? പ്രതിയാക്കേണ്ടവൻ 20ഉം 21ഉം സാക്ഷിയാകുന്നു. DYFയുടെ ബ്ലോക്ക് പ്രസിഡന്റ് സാക്ഷി, പോരാളി ഷാജിയുടെ വഹാബ് സാക്ഷി, പിന്നെ
ഈ പിന്നെ എന്താണ് റെഡ് എൻകൗണ്ടറിന്റെ റിബേഷ് സാക്ഷി, റെഡ് ബറ്റാലിയന്റെ അമൽ റാം സാക്ഷി, അതുപോലെ തന്നെ ആമ്പാടി ബുക്ക് സഖാക്കളുടെ അഡ്മിൻ മനോഹരൻ സാക്ഷി, വിവരം കൊടുക്കാത്ത ഫേസ്ബുക്ക് പ്രതി. ഇതല്ലേ കേരളം? ഇതല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ഇപ്പോ യഥാർത്ഥത്തിൽ സംഭവിച്ചത് നടന്നറിയോ? ഞങ്ങളൊരു 40,000 അടുപ്പിച്ച് മുട്ടി ജയിക്കാവുന്ന ഒരു സീറ്റാണ് വടകര. അതിനപ്പുറം അവിടെ പോകാൻ കഴിയില്ല, അത്രമാത്രം രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള സ്ഥലമാണ്. അവിടെ 1,16,000 വോട്ടിന് ജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം കൃത്യമായി തന്നെ CPM-ന്റേതാണ്. ഏത് സാഹചര്യത്തിലും നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. ഒരു മിനിറ്റ്, ഒറ്റ കാര്യം, ഏത് സാഹചര്യത്തിലും ഒരു പോയിന്റ് പറയാം, അവസാനിപ്പിക്കാം. ഒരു പോയിന്റ് പറയാം. കേരളത്തിൽ ഏത് സാഹചര്യത്തിലും പിണറായി വിജയനിൽ രക്ഷകരായി കണ്ട കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ, കേരളത്തിൽ പൊതുവെ വടക്കൻ കേരളത്തിൽ കാസർഗോഡ്, വടകര, കണ്ണൂർ ഉൾപ്പെടുന്ന വടക്കൻ കേരളത്തിലെ പാർലമെന്റ് മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ ന്യൂനപക്ഷ സംരക്ഷകരല്ല എന്ന് വിധി എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആടിനെ പട്ടിയാക്കിക്കൊണ്ട് തമ്മിലടിപ്പിക്കുന്ന പിണറായി വിജയന്റെ പാർട്ടിയിലെ സൈബർ കമ്മ്യൂണുകളെ അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, റിബേഷ് എന്ന് പറയുന്ന ഡിവൈഎഫ്ഐയുടെ ഏരിയ പ്രസിഡന്റ്, അദ്ദേഹത്തിനെ പിടിച്ചൊന്ന് കുലുക്കിയാൽ, രണ്ടൊന്ന് കൊടുത്താൽ, മനസ്സിലായില്ലേ, കേരളത്തിലെ പ്രമുഖയായിട്ടുള്ള ഒരു മുൻ ജനപ്രതിനിധിയും CPM-ന്റെ ഒരു ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവും മകനും അകത്താകും എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയ സൂചന. ആ സൂചനകൾക്കനുസൃതമായിട്ട് പോലീസിന്റെ റിപ്പോർട്ടോ മറ്റു രേഖകളോ വരുമ്പോൾ പേരുകൾ വെളിപ്പെടുത്താം. ഞങ്ങൾക്ക് കൃത്യമായിട്ട് ആ കാര്യം അറിയാം. ആർക്കാണ് ഇത് പൊള്ളുന്നത്, എന്തുകൊണ്ട് പോലീസ് ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ തുടർച്ചയായിട്ട് വന്ന് അന്വേഷണം നടത്തിയിട്ട് പോയി, എന്തുകൊണ്ട് ചില വീടുകളിൽ മാത്രം പ്രത്യേകമായിട്ട് വന്ന് മൊഴിയെടുക്കാൻ ശ്രമിച്ചു, എന്തുകൊണ്ട് ഇതെല്ലാം താഴ്ത്തിവെക്കുന്നു, എങ്ങനെ ഇവർ സാക്ഷികളായി, പ്രതിയാകേണ്ടവർ സാക്ഷിയായത് എന്തുകൊണ്ട്, ആരെയാണ് ഭയപ്പെടുന്നത് എന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ ഹസ്കർ 2 കള്ളം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഹസ്കർ പറഞ്ഞത് എന്താണ്? അയ്യോ, ഇത് IT ആക്ട് പ്രകാരമുള്ള കേസല്ലേ. IT ആക്ടും അതുപോലെ തന്നെ സൈബർ ക്രൈമും ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് FSL അയക്കാതെ FIR എടുക്കാൻ പറ്റില്ല. ഹസ്കറും വക്കീലാണ്, ഞാനും വക്കീലാണ്. ഏതിന്റെ അടിസ്ഥാനത്തിലാണ് സാർ? അങ്ങനെ ഉണ്ടോ? അങ്ങനെ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഇല്ലല്ലോ. എന്താണ് ഒരു സെക്കൻഡ് അങ്ങനെയല്ല പറഞ്ഞത്. IT ആക്ടിനെ മനസ്സിലായി. IT ആക്ട് പ്രകാരം വരുമ്പോൾ അതിനകത്ത് ഇയാളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് കാണിക്കാൻ അദ്ദേഹത്തിന്റെ ഫോൺ കൊടുത്തിട്ടുണ്ട്. ആ ഫോൺ FSL-ന് പോയിട്ട് വരട്ടെ, എന്നിട്ട് പ്രതിയാക്കാം എന്നുള്ളതാണെങ്കിൽ ഞാൻ ഒറ്റ ചോദ്യം, അതേ മാനദണ്ഡം നിങ്ങൾ ഇപ്പോ 17 FIR-കൾ UDF-കാർക്കെതിരെ എടുത്തു എന്ന് നിങ്ങൾ വലിയ താളത്തിലൂടെ പറഞ്ഞല്ലോ. 17 FIR-കൾ ശൈലജ ടീച്ചർക്കെതിരായിട്ട് പ്രചരണം നടത്തി UDF-കാർക്കെതിരെ എടുത്തു. അങ്ങനെയാണെങ്കിൽ അവരുടെ ഫോണുകളും FSL പരിശോധനയ്ക്ക് അയച്ചിട്ട് തെളിവുകൾ ഹാജരാക്കിയിട്ട് FIR എടുത്താൽ പോരായിരുന്നോ? അതാ UDF-കാർക്ക് വേറൊരു പന്തി, നിങ്ങൾക്ക് മാത്രം എന്താ വേറൊരു പന്തി? നിങ്ങൾക്ക് 2 കൊമ്പുണ്ടോ? ഇല്ലല്ലോ. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞെന്താണ്, പിന്നെ ശൈലജ ടീച്ചർക്കെതിരായി പോൺ വീഡിയോ പോലും ഇറക്കിയ ആളുകളില്ലേ സാർ, പൊട്ടിപ്പൊളിഞ്ഞ് നനഞ്ഞ പടക്കമായി പോയി അവര് പോലും ഉപേക്ഷിച്ച വാദഗതികളുമായിട്ട് നിങ്ങൾ വെറുതെ നാറാൻ വന്നിരിക്കരുത്. അവർക്ക് പോലും അങ്ങനെ ഒരു കേസില്ല. UDF-കാർ ഏതെങ്കിലും UDF-ന്റെ പ്രൊഫൈലിലൂടെ അവിടുത്തെ സ്ഥാനാർത്ഥിയും പരിണിതപ്രതിയായിട്ടുള്ള നേതാവുമായിട്ടുള്ള ശൈലജ ടീച്ചർക്കെതിരായിട്ട് പോൺ വീഡിയോ ഇറക്കി. ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഞങ്ങൾ ഏതെങ്കിലും ഒരാൾ അവർക്കെതിരായിട്ട് ഒരു പോൺ വീഡിയോ എടുത്തിട്ടുണ്ടോ? ഞങ്ങൾക്ക് ഞങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നേ, തെളിവ് കൊണ്ടുവന്ന് വരാനേ, ഞങ്ങൾ അതിനകത്ത് കുറ്റസമ്മതിക്കാൻ തയ്യാറാണെന്നേ. വെറുതെ ആരോടും ഉന്നയിച്ചാൽ മതിയോ? ഇലക്ഷന്റെ 1ാം ഘട്ടത്തിൽ ഉയർത്തി സഹതാപ തരംഗമുണ്ടാക്കി മതവർഗീയതയും മതധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിച്ച് അവസാനം പരാജയപ്പെട്ട് സ്ഥാനാർത്ഥി പോലും ഉന്നയിക്കാത്ത ആരോപണങ്ങളാണ് ഇപ്പൊ താങ്കൾ വീണ്ടും റൈസ് ചെയ്തോട്ട് വരുന്നത്. അതൊക്കെ തള്ളിപ്പോയതാണ്. മൂന്നാമത്തെ കാര്യം, താങ്കൾ പറഞ്ഞ ഒരു വാചകമുണ്ട്. എന്താണെന്നറിയോ? ഞങ്ങൾ ഈ മതത്തെ മതമായിട്ടും രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായിട്ടും എടുക്കാൻ അല്ല സാർ. നേരത്തെ BJP-യുടെ പ്രതിനിധി പറഞ്ഞ ഒരു ഭാഗം കറക്റ്റാണ്, പാർട്ട്ലി അത് ക്ലിയർ ആണ്. എന്താണ്? TP-യെ കൊല്ലാൻ പോകുമ്പോൾ നിങ്ങൾ പിന്നെ ആ കാറിന്റെ ഏറ്റവും പുറകിൽ മാഷാ അല്ലാ എന്ന് നിങ്ങൾ എന്തുകൊണ്ട് എഴുതുന്നു? തലശ്ശേരിയിലെ ഫസലിനെ കൊല്ലുമ്പോൾ കൊന്നതിന് ശേഷം ആ രക്തം പുരണ്ട തൂവാല കൊണ്ടുവന്ന് എങ്ങനെയാണ് RSS-ന്റെ കാര്യാലയത്തിൽ കൊണ്ടിടാൻ നിങ്ങൾക്ക് തോന്നുന്നത്? അതെങ്ങനെയാണ് CBI പിടിച്ചെടുക്കുന്നത്? തീർന്നില്ല. നിങ്ങൾക്കറിയോ, KSU-വിന്റെ ഒരു ആലപ്പുഴയിലെ ഒരു സംസ്ഥാന കൺവീനർ അൻസിൽ ഇതുപോലെ സന്ദർഭത്തിൽ വിദ്യ എന്ന് പറയുന്ന SFI-യുടെ നേതാവ് വ്യാജരേഖയുമായി പിടിക്കപ്പെട്ടപ്പോ ഒന്ന് കണക്ട് ചെയ്ത് കൗണ്ടർ ചെയ്തൊന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അൻസലിത വ്യാജരേഖ ഉണ്ടാക്കിയേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യാജരേഖ ഉണ്ടാക്കിയിട്ട് ആ പാവം കുട്ടിയായിട്ട് നടത്തി. അവസാനം അയാൾ കേസിന് പോയി, തെളിവില്ലാതെ വന്നു. അത് ഇതുവരെ പിടിച്ചിട്ടില്ല. അൻസിൽ പ്രതിയായി ഹൈക്കോടതി കേസെടുത്ത് കളഞ്ഞു.
നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ അതുപോലെ ഓരോരോ തൃക്കാക്കരയിൽ തെരഞ്ഞെടുപ്പ് നടന്നു. തൃക്കാക്കരയിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും ഇലക്ഷന്റെ അവസാനത്തെ ലാപ്പിൽ നിങ്ങൾ സഹതാപ തരംഗം ഉണ്ടാക്കാൻ വേണ്ടി ഒരു വീഡിയോ ആയിട്ട് വന്നല്ലോ. അതിന് എത്ര പ്രതികളെ നിങ്ങൾ പിടിച്ചു? അതിലെന്താ നിങ്ങൾക്ക് അവിടെയും നിങ്ങൾ എന്താ ഒരു പ്രത്യേക മതവിഭാഗത്തിന് മാത്രം കോൺട്ര ചെയ്ത് കാണിക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാ? തീർന്നില്ല. നിങ്ങൾക്കറിയാം, ഇവിടെ ഈ അടുത്ത സമയത്ത് വിധി വന്ന തൃപ്പൂണിത്തുറയിലെ കേസ്, ശബരിമല അയ്യപ്പന്റെ പേരിൽ UDF-ഉം കെ ബാബുവും പിന്നെ പ്രസിദ്ധീകരണം നടത്തിയ നോട്ടീസ് ഇറക്കിയെന്ന് കള്ളം പറഞ്ഞ് ഹൈക്കോടതിയിൽ പരാജയപ്പെട്ടവരല്ലേ നിങ്ങളുടെ സ്വരാജ്? അവിടെയും നിങ്ങൾ ഉപയോഗിച്ചത് ഇതുപോലത്തെ വർഗീയതയാ? സാധാരണഗതിയിൽ ഒരു ക്രൈം റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അതിലേക്ക് നമ്മൾ കൃത്യമായി നോക്കുന്നത് എന്താണ്? അവർക്കൊരു ബെൻസറിയ ഉണ്ടോ, അഥവാ അവർക്കൊരു ഇന്റൻഷൻ ഉണ്ടോ? അവരുടെ ഇന്റൻഷൻ എന്താണ്? അവരുടെ ഇന്റൻഷൻ ഈ പറയപ്പെടുന്ന പോസ്റ്റിൽ നിന്നും എങ്ങനെയാണ് പുറത്തു വരിക എന്നുള്ളതാണ് പ്രധാനം. അവിടെ കൃത്യമല്ലേ ആ ഇന്റൻഷൻ എന്താണ്? ദേ ഇത്തരത്തിലൊരു വർഗീയവാദിയാണ് ഷാഫി പറമ്പിൽ, ഇങ്ങനെയും വർഗീയത പ്രചരിപ്പിക്കാൻ പാടുണ്ടോടോ ഈ കേരളത്തിൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഷാഫി പറമ്പിൽ വർഗീയവാദിയാണ്. ഷാഫി പറമ്പിൽ വർഗീയവാദിയാണെന്ന് പറഞ്ഞാൽ അതിന്റെ ഗുണഭോക്താവാരാ? ശൈലജ ടീച്ചർ. ഷാഫി പറമ്പിൽ ഇത്തരത്തിലൊരു കാഫിർ സ്ക്രീൻഷോട്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകേണ്ട വർഗീയ പോളറൈസേഷന്റെയും മതപരമായ ധ്രുവീകരണത്തിന്റെയും ഗുണഭോക്താവാരാ? CPM. അങ്ങനെ CPM ഗുണഭോക്താവിന് ഗുണമുണ്ടാവുന്ന തരത്തിൽ ഈ പറയപ്പെടുന്ന ലതികയെ പോലെ ഒരു മുതിർന്ന മുൻ MLA അവരത് ചെയ്തു എന്ന് മാത്രമല്ല, സകലരും തള്ളിപ്പറഞ്ഞതിനു ശേഷം സോഷ്യൽ മീഡിയ ചാർജ് ഉണ്ടായിരുന്ന കുഞ്ഞിക്കണ്ണ തള്ളിപ്പറഞ്ഞതിനു ശേഷവും അതവർ അവരുടെ FB പോസ്റ്റിൽ നിന്ന് മാറ്റാതിരുന്നു എന്നുള്ളത് കൊണ്ട് കൂടിയാണ് അവരുടെ ഇന്റൻഷൻ ഇസ് വെരി ക്ലിയർ. അതൊരു ക്രൈമാണ്, അത് പണിഷബിൾ ആണ്. ഇവിടെ വേറൊരു പ്രശ്നം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ഒരുമിച്ച് നോക്കൂ. കേരളത്തിൽ കഴിഞ്ഞ കുറെ കാലമായി മതത്തെ കൃത്യമായി, മതത്തെയും മത പോളറൈസേഷനെയും കൃത്യമായി ഇലക്ഷൻ സ്ട്രാറ്റജിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പാർട്ടിയാണ് CPM. അതിൽ ഒരു തെറ്റും പറയാനില്ല, ആർക്കും പറയാനില്ല. അതിന്റെ സ്വാഭാവികമായിട്ടുള്ള പരിണിതങ്ങൾ പലതവണ നമ്മൾ കണ്ടതാണ്. എനിക്ക് CPM-കാരോട് ഇത്ര അഭ്യർത്ഥിക്കാറുള്ളൂ, നിങ്ങളുടേതാണ് ആഭ്യന്തര വകുപ്പ്. ഇന്നിപ്പോ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടു എന്റെ റിപ്പോർട്ട് കിട്ടിയില്ല. നിങ്ങളിൽ റിപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പിന്നെ എന്തിനാണ് സാർ ആ കസേര കയറിയിരിക്കുന്നത്? നിങ്ങൾക്ക് ഹൈക്കോടതിയിൽ ഒരു പ്രത്യേകമാക്കപ്പെട്ട വിവാദമാക്കപ്പെടുന്ന ഒരു കേസിന്റെ ഫൈനൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു വിവരം ഹൈക്കോടതിയിൽ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ സംബന്ധിച്ച് ഇന്റലിജൻസിന്റെ ADGP നിങ്ങൾക്ക് എല്ലാ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഒന്നുകിൽ നിങ്ങൾ ഈ പണി ചെയ്യുന്നില്ല, അതാരോ നിങ്ങളെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ചെയ്യുന്നു, അതല്ലെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് പറ്റിയ ആളല്ല എന്നാണ് പിണറായി വിജയനെ കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവിടെ പ്രശ്നം വളരെ ക്ലിയർ ആണ്. എന്തുകൊണ്ടാണ്? മതന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകരാണ് എന്ന് ഞങ്ങളെന്ന് വരുത്തി തീർക്കുകയും മതന്യൂനപക്ഷങ്ങളുടെ ഏറ്റവും വലിയ ദ്രോഹിയാണ് നരേന്ദ്രമോദി എന്ന് പറയുകയും ചെയ്ത പിണറായി വിജയന് ഇത്തരത്തിൽ ഒരു ഇരട്ടത്താപ്പ് നയം സ്വീകാര്യമാകുമോ? ഞങ്ങളുടെ ചോദ്യം ഇതാണ്. മൂന്നാമത്തെ പ്രശ്നം, ഇനിയും ഈ പറയപ്പെടുന്ന റിബേഷിനെ പോലുള്ള ആളുകളെ സംരക്ഷിക്കാനാണ് CPM ഉദ്ദേശിക്കുന്നതെങ്കിൽ പിണറായി വിജയനിൽ ഒരു മിഷിഹായെ കാണുന്ന കുറെ ന്യൂനപക്ഷ സമുദായത്തിലെ സഖാക്കന്മാർ ഇപ്പോഴും ആ പാർട്ടിയിൽ നിപ്പുണ്ട്. മനസ്സിലായില്ലേ? ഈ കാഫിർ സ്ക്രീൻഷോട്ടോടുകൂടി കാര്യങ്ങൾ തലയ്ക്ക് ബോധമുള്ളവർ പലതും മാറിക്കഴിഞ്ഞു. ഇനിയും കുറച്ച് ആളുകൾ അവശേഷിക്കുന്നുണ്ട്. ആ അവശേഷിക്കുന്ന ആളുകൾ കൂടി ഇത് കൃത്യമായി ന്യൂനപക്ഷ വിരുദ്ധ രാഷ്ട്രീയത്തെ അഡ്രസ് ചെയ്യുന്ന പാർട്ടിയാണ്. ഇവർ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കാൻ വേണ്ടി സമാസമം പോലെ ഉപയോഗിക്കുന്നതാണ് അവരുടെ ന്യൂനപക്ഷ പ്രേമം. അവർ എപ്പോഴെല്ലാം വ്യാജ ഡോക്യുമെന്റുകളും ഒളി യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ടോ അപ്പോഴെല്ലാം അവർ ഉയർത്തിപ്പിടിച്ചത് ഒരു പ്രത്യേക സമുദായത്തിന്റെ വാക്യങ്ങളെയും ബിംബങ്ങളെയും ആയിരുന്നു എന്നുള്ള തിരിച്ചറിവ് ഇപ്പൊ ന്യൂനപക്ഷങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, അല്പമെങ്കിലും അന്തസ്സുണ്ടെങ്കിൽ റഹീം നാളെ തന്നെ മാപ്പ് പറയും. റഹീം എന്ന് പറയുന്ന ഇയാൾ ഒരു കോവാളിയല്ല എന്ന് കേരളം പറഞ്ഞതിൽ എന്തരം നീട്ടായിരുന്നു റഹീമിന്റേത്. ആ റഹീമിനെ പോലുള്ള ആളുകൾക്ക് ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആണെന്നുള്ള ഔന്നത്യ ബോധമെങ്കിലും ഉണ്ടെങ്കിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ആദ്യം മാപ്പ് പറഞ്ഞ് പുറത്തു പോകണം. രണ്ടാമത്തെ കാര്യം, സുതാര്യമായിട്ട് അന്വേഷണം നടത്തി